എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആണ്, ടേസ്റ്റായ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മട്ടൻ കറി. അപ്പോൾ എണ്ണ വെച്ച് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിടണം, പാകത്തിന് ഓയിൽ ഒഴിച്ചിടണം. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി, സവാള 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ലൈറ്റാ. ഉള്ളി നല്ല വേഗം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് 1 സ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത് പേസ്റ്റ് ഇടുന്നുണ്ട്. അരിഞ്ഞത് ഇടുന്നുണ്ട് 1 സ്പൂണ്, പേസ്റ്റ് ഇടുന്നുണ്ട്, രണ്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള, കടുക്, എണ്ണ, ഓയിലാണ് ഒഴിച്ചിരുന്നത്. പിന്നെ നമുക്ക് മസാലകൾ പാകത്തിന് ഇട്ട് കൊടുക്കാം. വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അത്ര തന്നെ. ഈ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയല്ല, വെള്ളം, പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ആ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഒഴിക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു, നല്ല വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കുക, ഓയിലോ വെളിച്ചെണ്ണ അങ്ങനെ. അപ്പോൾ ഞാൻ എടുത്തുന്ന ഓയിലാണ്. നമുക്ക് നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ കറി, മട്ടൻ നല്ല കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മട്ടനാണ് ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ മസാല. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വഴറ്റി കൊടുക്കുക, നല്ല മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ എത്ര വെള്ളം വേണോ അത്ര നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റ് മട്ടനൊന്ന് ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് നല്ല അങ്ങോട്ട് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. അതിലത്തെ മിക്സി ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തു. ജാറിലൊക്കെ ഒട്ടിപ്പിടിച്ചാണ്. അപ്പോൾ അതൊക്കെ പോരട്ടെ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. വേറെ ഒരു മസാല ഇട്ടിട്ടില്ല. കറിവേപ്പില അടക്കം ഇട്ടിട്ടില്ല. കറിവേപ്പില ഇല്ല, അപ്പോൾ ഇട്ടില്ല. ഉള്ളത് കൊണ്ടുണ്ടാക്കി. എപ്പോഴും ഇപ്പോൾ എല്ലാം കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ എന്താ ഉള്ളത് വെച്ചാൽ ഉള്ളത് വെച്ചിട്ടുണ്ടാക്കുക. അതാണ് എൻ്റെ ഒരിത്. അങ്ങനെയാണ് എൻ്റെ കുക്കിങ്. അപ്പോൾ നമ്മുടെ സിമ്പിളായ മട്ടൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സൂപ്പർ ടേസ്റ്റായ ഒരു മട്ടൻ കറിയാണ്. ഇത്രയേ ഉള്ളൂ. ഈ ചെറിയ ഉള്ളിയൊക്കെ വാങ്ങിച്ച് അരച്ചിടുകയൊക്കെ ചെയ്യുക, വറുത്തിട്ട് അങ്ങനെയൊക്കെ വട്ടക്കറി ഉണ്ടാക്കലുണ്ട്. ഇത് സിമ്പിളായൊരു തട്ടിക്കൂട്ട്, പക്ഷേ ഇങ്ങനെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല വേവിക്കാൻ വയ്ക്കാം. നല്ല വെന്ത് സെറ്റായി വരുമ്പോഴേക്കും വെള്ളം കുറച്ചധികം ഒഴിച്ച് കൊടുത്താലും വെള്ളം കറക്റ്റായിട്ട് പാകത്തിന് വരും, സെറ്റായി വരും. അതാണ് നമ്മുടെ മട്ടൻ കറി, സിമ്പിൾ മട്ടൻ കറി. ചോറിനും പലഹാരങ്ങൾക്ക് എല്ലാ പ്രകാരത്തിനും കൂട്ടാം. ദോശ, ഇഡ്ഡലി, പൂരി, ചപ്പാത്തി, പറഞ്ഞില്ലേ, പുട്ട്, എല്ലാം പറ്റിയ ഒരു മട്ടൻ കറിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.